ഹലോ, ഇന്ന് നമ്മൾ ഈ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ചട്ടികളാണ്. ഇതിനകത്ത് നമ്മൾ ആ ഇൻഡോർ പ്ലാന്റിൻ്റെ ചട്ടി സെപ്പറേറ്റ് ആയിരിക്കും, ഔട്ടർ ഉള്ളത് സെപ്പറേറ്റ് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആ പ്ലാന്റ് മാറ്റി വെച്ചു. ഇത് പുറത്തുള്ള ചട്ടികളാണ് നമ്മൾ വൃത്തിയാക്കാൻ പോകുന്നത്. കൂടുതൽ നമുക്കുള്ള വൈറ്റ് കളർ ചട്ടിയായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ പൊടി ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ തൊട്ട് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ മുറ്റത്തിട്ടേക്കുമായിരുന്നു. അപ്പം മുറ്റത്ത് വെച്ചിരുന്ന കാരണം മഴയൊക്കെ പെയ്ത് അതൊന്നുകൂടി ചെളിയായിട്ടാണ് ഇരുന്നത്. അപ്പോൾ കൂടുതൽ എനിക്ക് ഏറ്റവും പണിയുന്ന ചട്ടി ഇതായിരുന്നു. കാരണം ഇതിങ്ങനെ ഈ ലൈൻസ് ആയതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് വരെ പായലൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ സോപ്പ് പൊടി വെച്ചിട്ട് ഒരു നമ്മുടെ പാത്രം നിൽക്കുന്ന പോലത്തെ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഞാൻ ഫുള്ളിങ്ങനെ തേച്ച് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഓർത്ത് ഈ വലിയ വലിയ ചട്ടികളൊക്കെ അങ്ങ് ആദ്യം തീർക്കാം എന്ന് ഓർത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കുഞ്ഞു ചട്ടികളൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എല്ലാം വൃത്തിയാക്കി കഴുകി ഒന്ന് വെയിലത്തൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഇതാവട്ടെ എന്ന് ഓർത്ത് വെച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിപ്പോൾ പ്ലാൻസ് എല്ലാം സെറ്റ് ചെയ്തു. അപ്പം ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കാണുമ്പോൾ നല്ല ഭംഗി, ഭയങ്കര സന്തോഷം ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതലും സീസൺ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസാണ് നമ്മൾ വെച്ചേക്കുന്നത്. കാരണം മെയിൻ്റനൻസ് കുറച്ചുകൂടി ഈസി ആയതുകൊണ്ട്. പിന്നെ നമുക്ക് കുറച്ച് അഗ്ലോണിമസ് ഉണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നത് ഈ വൈറ്റ് കളറുള്ളത് അതൊരു പനിക്കൂർക്കയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.